പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടി കടുപ്പിക്കുകയാണ്. അതിനിടയിൽ ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. ഇന്ത്യൻ നടപടികൾ ചർച്ച ചെയ്യാൻ പാകിസ്ഥാനിൽ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം ആരംഭിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനിലെ എക്സ് അക്കൗണ്ടും ഇന്ത്യ നീക്കം ചെയ്തിട്ടുണ്ട്. സിബി ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സിബി, എന്തായാലും നടപടി ഇന്ത്യ കടുപ്പിക്കുകയാണ്. അല്പസമയം മുമ്പാണ് നമുക്ക് മിസൈൽ ആക്രമണം മിസൈൽ പരീക്ഷണം നടത്തി എന്നുള്ളൊരു വാർത്ത കൂടി നമുക്ക് ലഭിച്ചിരുന്നു. എന്തായാലും പാകിസ്ഥാൻ ഒരുപടി മുൻപ് ഇന്ത്യ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സർവകക്ഷി യോഗം എപ്പോഴാണ് ചേരുന്നത്? വിവരങ്ങൾ എങ്ങനെ? സർവകക്ഷി യോഗം വൈകിട്ട് 6 മണിക്കാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് സർവകക്ഷി യോഗം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെയും വിളിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇന്നലെ കേന്ദ്രമന്ത്രി സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ പാകിസ്ഥാനെതിരായ നടപടിയെല്ലാം തന്നെയും ഇതിനെ ചർച്ച ചെയ്യുകയും ഇന്നലെ അതെല്ലാം തന്നെയും ഇന്നിപ്പോൾ ഈ ഒരു യോഗത്തിൽ സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിക്കുകയും അവരുമായി അവരുടെ അഭിപ്രായങ്ങളോട് കൂടി തേടുകയും ചെയ്യും. എന്തായാലും കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ നീങ്ങുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് തന്നെ നിരവധി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ദില്ലിയിലെ പാക് ഹൈക്കമ്മീഷന്റെ സുരക്ഷ പിൻവലിച്ചു. അതുകൂടാതെ ഉന്നത നയതന്ത്രജ്ഞരെ വിളിച്ചു വരുത്തി രാജ്യവിടാൻ ആവശ്യപ്പെട്ടു. പാക് സർക്കാരിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ഇന്ത്യ നിരോധിച്ചു. അങ്ങനെ വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് ഇന്ത്യ ഇപ്പോൾ തന്നെ നീങ്ങിയിരിക്കുന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ ഒരു മിസൈൽ പരീക്ഷണം നടത്തി എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തുവിടുന്നത്. ഇന്ത്യൻ നാവികസേനയാണ് മിസൈൽ പരീക്ഷണം അറബിക്കടലിൽ നടത്തിയത്. അറബിക്കടലിൽ ലേസർ നിയന്ത്രിത മിസൈൽ പരീക്ഷണം നടത്തിയെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇന്ത്യൻ നേവി എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. INS സൂറത്തിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ചുവെന്നും ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാനും ഇത്തരത്തിൽ കറാച്ചി തീരത്തെല്ലാം തന്നെയും ഈ സേനാഭ്യാസവും മിസൈൽ പരീക്ഷണവും നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യ ആദ്യം തന്നെ മിസൈൽ പരീക്ഷണം നടത്തിയതായി നാവികസേന അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ നയതന്ത്ര തലത്തിൽ വലിയ രീതിയിലുള്ള ഏറ്റവും കടുത്ത നടപടിയിലേക്ക് ഇന്ത്യ പോകുമ്പോൾ തിരിച്ചടിക്കുന്ന കാര്യത്തിലും ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്നുള്ള മുന്നറിയിപ്പ് കൃത്യമായി പാകിസ്ഥാൻ നൽകുകയാണ്. അതേസമയം തന്നെ ഈ കശ്മീരിലും പഹൽഗാമിലും അടക്കമെല്ലാം തന്നെയും വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കുകയും അവിടെ ഭീകരർക്കുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയാണ്. ഇന്നും അവിടെ ഉദ്ധംപൂരിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ഒരു സൈനികൻ വീരമൃത്യു വരിക്കുകയും ചെയ്തു. ഉത്തംപൂരിൽ നമുക്കറിയാൻ കഴിയുന്നത് അവിടെ 3 ഭീകരർ ഒളിച്ചിരിക്കുന്നുള്ള വിവരമാണ്. ആ 3 ഭീകരരെ സൈന്യം വളഞ്ഞുവെന്നും പിന്നീട് ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ള വിവരമാണ് അപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാരാമുള്ളയിൽ 2 ഭീകരരെ വധിച്ചിരുന്നു. അങ്ങനെ കശ്മീരിൽ ആകമാനം റോഡുകൾ അടക്കമെല്ലാം നിലയും വലിയ രീതിയിൽ കർശനമായ പരിശോധന നടത്തുന്നുണ്ട്. അവിടെ സൈന്യവും അർദ്ധ സൈനിക വിഭാഗവും ജമ്മു കശ്മീർ പോലീസ് എല്ലാം നിലയും സംയുക്തമായിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഭീകരർക്ക് കൊണ്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയാണ്. അതിന്റെ ഭാഗമായി 20 ലക്ഷത്തോളം രൂപ ഈ ഭീകരരെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് നൽകി കഴിഞ്ഞാൽ അവർക്ക് 20 ലക്ഷം രൂപ ജമ്മു കാശ്മീർ പോലീസ് ഇനാം അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. കശ്മീരിലും പഹൽഗാമിലും അതോടൊപ്പം തന്നെ ഉറി പൂഞ്ചടക്കമുള്ള മറ്റു മേഖല എല്ലാം തന്നെയും എന്തായാലും തിരിച്ചടിക്കുക എന്നൊരു നയത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നതിനെ പറയാം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു മിസൈൽ പരീക്ഷണത്തിലേക്ക് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനിലെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് സൈനിക ശേഷിയിലും ആയുധ ശേഷിയിലെല്ലാം തന്നെയും വലിയ രീതിയിൽ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ട്. എങ്കിൽ പോലും ഇന്ത്യയിലെത്തി ഈ പാകിസ്ഥാനിൽ ട്രെയിനിങ് ലഭിക്കുന്ന ഭീകരർ ഇന്ത്യയിലെത്തി സാധാരണക്കാരെ വധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ പോകുന്നത്. പ്രത്യേകിച്ച് സിന്ധു നദീജല കരാറടക്കം റദ്ദാക്കുന്നു അല്ലെങ്കിൽ അത് മരവിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കടുത്ത നടപടിയിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ള ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ചേരുന്ന ഈ ഒരു സർവകക്ഷി യോഗത്തിനും ഏറെ നിർണായകമായ തീരുമാനങ്ങളുണ്ടാകും. സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും സഹകരണവും അവരുടെ അഭിപ്രായവും തേടും. അതിനുശേഷമായിരിക്കും ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത. അതുകൊണ്ട് ഈ യോഗം ഏറെ നിർണായകം തന്നെയാണ്. 6 മണിക്ക് യോഗം ചേരുകയും ചെയ്യും. വ്യക്തമാണ്. എന്തായാലും ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി അല്പസമയം മുമ്പ് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മിസൈൽ പരീക്ഷണം നടത്തി എന്നുള്ള വാർത്ത കൂടി വരുന്നത്. മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കിലേക്കുള്ള സാധ്യതകൾ തുറന്നു വരുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏവരും
ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.